എന്ത് പെട്ടെന്നാലേ ദിവസമൊക്കെ പോകുന്നത്. 2 ദിവസം പോയതുപോലും അറിഞ്ഞു. 2 ദിവസത്തെ അവധിക്ക് വന്നത് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടായി. എപ്പോഴത്തെ പോലെ തന്നെ ഈ പോക്കും അസുഖമൊക്കെ ഇട്ട് തന്നെയാണ് തിരിച്ചു പോകുന്നത്. ഇതാണൊരു വ്യത്യാസമുണ്ട്. രാവിലെ എനിക്ക് ബസ് പിടിക്കാൻ വേണ്ടി നിൽക്കേണ്ടി വന്നില്ല. അച്ഛൻ മെട്രോ സ്റ്റേഷൻ വരെ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. സാധാരണ ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും അവിടെ സമയം വൈകിയാണ് എത്താറ്. പക്ഷേ ഈ തവണ നേരെ തിരിച്ചായിരുന്നു. സ്റ്റേഷൻ തുറക്കുന്നതിന് മുന്നേ ഞാനും അച്ഛനും അവിടെ എത്തി. പിന്നെ കുറേ നേരം അവിടെ വായം പൊളിച്ച് നിന്നേച്ചു. പിന്നെ സ്റ്റേഷനൊക്കെ 6 മണിക്ക് തുറന്നു. ഞാനായിട്ട് ഫസ്റ്റ് ടിക്കറ്റ് എടുത്തു. ഞാൻ വിചാരിച്ച ടിക്കറ്റ് എടുത്ത് കയറുമ്പോൾ തന്നെ ട്രെയിൻ വരുമായിരിക്കും എന്ന് എവിടെ. പിന്നെ അവിടെ കുറേ നേരം നിന്നേച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു ഭാഗമായിട്ട് തിരിച്ചു പോകുന്നതിൽ ഇങ്ങനെ അച്ഛനും അമ്മയും ആക്കി തന്നിട്ട് തിരിച്ചു പോകുന്ന ആ ഒരു സമയമുണ്ട്. എനിക്ക് അവരോടെ കയറിയിരുന്ന് പോകാൻ വേണ്ടി തോന്നും. അങ്ങനെ പിന്നെ മെട്രോ ഒക്കെ കയറി ആലുവയിലെത്തി. സാധാരണ ഈ ബസ്സിൽ എനിക്ക് വാതിക്കെ തന്നെ സീറ്റ് കിട്ടാറുള്ളതാണ്. ഇത് നേരെ തിരിച്ചായിരുന്നു. ഏറ്റവും പുറകിലായിരുന്നു സീറ്റ് കിട്ടി വെച്ചത്. ഒരുമാതിരി കാളവണ്ടിയിൽ ഇരിക്കുന്ന പോലെയായിരുന്നു. കുലുങ്ങി ബാക്കിയുള്ളതിൻ്റെ കുടൽ പുറത്ത് വരുമെന്ന് കേട്ടോ കരുതിയത്. ഞാൻ വിചാരിച്ചു ഹോസ്റ്റലിൽ ചെല്ലുമ്പോൾ ഛർദ്ദിച്ച് പണി വാളുമെന്നാണ്. അതുപോലെ തന്നെ പണി വാളി ഛർദ്ദിച്ച് ഒരു അവശതയായി. പിന്നെ ഞങ്ങൾ ക്യാൻറ്റീനിലൊക്കെ പോയി ഒരു സോഡ ലൈമൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ക്ലാസ് ആയിരുന്നു. ക്ലാസ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് ഹോസ്റ്റലിൽ പോയത്. ലിഫ്റ്റ് നോക്കി നിൽക്കുന്ന സീനാണ് കേട്ടോ. ലിഫ്റ്റ് വരുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ് ഈ കാണുന്നത്. അങ്ങനെ ഹോസ്റ്റലിൽ ചെന്നപ്പോൾ അമ്മ രാവിലെ കപ്പയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായി. ശരിക്കും അമ്മയുടെ ഫുഡ് മിസ് ചെയ്യുന്നുണ്ട്. ഛർദ്ദിച്ചൊരു പരിവായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ തന്നെ വന്ന് മരുന്നൊക്കെ മേടിച്ചു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബാക്കി വിശേഷമായിട്ട് നാളെ കാണാം. അപ്പോൾ ടാറ്റ.